അസാധ്യ പ്രതിഭയുണ്ടായിട്ടും പലപ്പോഴും വേണ്ടത്ര ആഘോഷിക്കപ്പെടാതെ പോയ ആ പ്രതിഭക്കൊത്തുയരാൻ കഴിയാതെ ഒരു ശരാശരി ക്രിക്കറ്റ് എന്ന രീതിയിൽ കരിയർ അവസാനിപ്പിക്കേണ്ടി വന്ന ഒരാളുണ്ടെങ്കിൽ സമീപകാല ഇന്ത്യൻ ക്രിക്കറ്റിൽ അത് അമ്പാട്ടി റായുഡുവാണ്. അദ്ദേഹത്തിന്റെ കരിയർ എടുത്തു നോക്കിയാൽ അത്ഭുതപ്പെടുത്തുന്ന വിജയങ്ങളും ഒപ്പം വലിയ തിരിച്ചടികളും നമുക്ക് കാണാം. 2010 മുംബൈ ഇന്ത്യൻസിലൂടെയാണ് റായുഡു IPL-ൽ ചുവടുറപ്പിക്കുന്നത്. തുടക്കകാലത്ത് സച്ചിൻ ടെണ്ടുൽക്കറുമായി ചേർന്ന് റായുഡു പടുത്തുയർത്തിയ പാർട്ണർഷിപ്പുകൾ ഇന്നും മറക്കാൻ കഴിയില്ല. സച്ചിൻ എന്ന മെന്ററുടെ തണലിൽ റായുഡു വളരുകയായിരുന്നു. സച്ചിൻ ഒരു വശത്തു നിന്ന് കളി നിയന്ത്രിക്കുമ്പോൾ മറുവശത്ത് പേടിയില്ലാതെ അറ്റാക്ക് ചെയ്ത് കളിക്കുന്ന റായുഡുവിന്റെ ശൈലി മുംബൈക്ക് ഒരുപാട് വിജയങ്ങൾ അക്കാലങ്ങളിൽ സമ്മാനിച്ചിട്ടുണ്ടായിരുന്നു. 2011 RCBക്കെതിരെ റായുഡു നടത്തിയ ബാറ്റിംഗ് വിരുന്ന് കണ്ടിട്ട് സച്ചിൻ തന്റെ മാൻ ഓഫ് ദ മാച്ച് അവാർഡ് റായുഡുവിനായി നൽകിയത് ഇപ്പോഴും ഓർമ്മയുണ്ട്. മുംബൈക്ക് വേണ്ടി 2011 KKRനെതിരെ അവസാന പന്തിൽ ബലാജിയെ സിക്സറിന് തൂക്കി വിജയിപ്പിച്ചതും 2014 രാജസ്ഥാനെതിരെ അസാധ്യമായ റൺ റേറ്റ് മറികടന്ന് പ്ലേ ഓഫിൽ കയറാൻ വെറും 10 പന്തിൽ 30 റൺസ് അടിച്ചുകൂട്ടിയതുമൊക്കെ എങ്ങനെ ഒരു മുംബൈ ആരാധകൻ മറക്കും. മുംബൈയുടെ ആദ്യ 3 കിരീട വിജയങ്ങളിലും അമ്പാട്ടി റായുഡുവിന്റെ അധ്വാനം കൂടിയിട്ടുണ്ട്. മുംബൈയിൽ നിന്ന് ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് എത്തിയതോടെ റായുഡു തന്റെ കരിയറിലെ സെക്കൻഡ് ഇന്നിംഗ്സ് ഗംഭീരമാക്കുന്നതാണ് കാണാൻ കഴിഞ്ഞത്. 2018 ഓപ്പണറായി ഇറങ്ങി 602 റൺസ് അടിച്ചുകൂട്ടിയ റായുഡു CSKയെ കിരീടത്തിലേക്ക് നയിച്ചു. 2018, 21, 23 വർഷങ്ങളിൽ ചെന്നൈ ചാമ്പ്യന്മാരായപ്പോഴും റായുഡു ആ ടീമിന്റെ നട്ടെല്ലായിരുന്നു. അങ്ങനെ മുംബൈയിലും ചെന്നൈയിലുമായി ആകെ 6 IPL ട്രോഫികളാണ് ഈ മനുഷ്യൻ തന്റെ സെൽഫിൽ എത്തിച്ചത്. ടെക്നിക്കലി ക്ലാസ് ബാറ്റ്സ്മാൻ ആയിരുന്ന റായുഡുവിന്റെ ബാറ്റിംഗ് കാണാനും നല്ല രസമായിരുന്നു. കോഹ്ലിക്കും രോഹിത്തിനും മുമ്പേ ഇന്ത്യൻ ക്രിക്കറ്റിൽ വലിയ സംഭാവനയാകുമെന്ന് സൂചന നൽകിയ താരമായിരുന്നു റായുഡു. റായുഡുവിന്റെ കരിയറിലെ ഏറ്റവും വലിയ തിരിച്ചടിയായത് അദ്ദേഹം ICL അഥവാ ഇന്ത്യൻ ക്രിക്കറ്റ് ലീഗ് കളിക്കാൻ പോയതായിരുന്നു. അതിന്റെ പേരിൽ BCCI ഏർപ്പെടുത്തിയ വിലക്ക് റായുഡുവിന്റെ കരിയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വർഷങ്ങളെ ഇല്ലാതാക്കി. ആ വിലക്ക് കാരണം അന്താരാഷ്ട്ര ക്രിക്കറ്റിലും IPL-ലും എത്താൻ ഒരുപാട് വൈകിപ്പോയി. കോഹ്ലിയും രോഹിതും എല്ലാം ആ സമയത്ത് തന്നെയാണ് ഇന്ത്യൻ ക്രിക്കറ്റിലേക്ക് വരുന്നതും ടീമിൽ സ്ഥാനമുറപ്പിക്കുന്നതും. ഒരു IPL ലെജൻഡ് എന്നതിലുപരി ഇന്ത്യൻ ടീമിൽ സ്ഥിര സാന്നിധ്യമാകേണ്ട ടാലന്റ് ആയിരുന്നു റായുഡുവിൻ്റേത്.